അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കുറേ ദിവസമായി വീഡിയോസ് ഒന്നും ചെയ്യാതെ മുമ്പ് ചെയ്ത വീഡിയോസിന് കുറേ കമൻസ് ഒക്കെ വരുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാനിപ്പോൾ ചെയ്യാനുള്ള കാരണം ഇപ്പോൾ നിങ്ങളെല്ലാവരും അറിഞ്ഞതുപോലെ ഈ ഇടയ്ക്ക് തന്നെ ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 2 മാസത്തിന് മുമ്പായിട്ട് അപ്ലോഡ് ചെയ്ത ചില വീഡിയോസൊക്കെ ഉണ്ട്. അർജുനനെ സംബന്ധിച്ചിട്ടായിരുന്നു. മഴ കാരണമായിട്ട് ഇടിഞ്ഞു വീണതായ ആ ഒരു മണ്ണ്, അത് 11 ആൾക്കാരെ ജീവനെടുത്ത ഒരു സംഭവം, വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ് ആ ഒരു സമയത്ത് നടന്നുപോയത്. ആ ഒരു സംഭവത്തിന് ശേഷം അവിടെ അർജുനനെ കാണാനില്ലായിരുന്നു. ലോറിയിൽ കുടുങ്ങി ആ ഒരു ലോറി എവിടെയാണെന്ന് കാണാതെ കുറേ തപ്പി നോക്കി. അങ്ങനെ ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് അത് തിരക്കാനുള്ള സമയവും സാഹചര്യവും ഒത്തുവരാതെ കുറേ ദിവസങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോയി. 2 മാസത്തോളം കഴിഞ്ഞ് ഇപ്പോൾ ഇതാ ലേറ്റസ്റ്റായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത്, അർജുൻ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ്റെ മൃതശരീരമാണ് കിട്ടിയത്. ആ ലോറിയെ അവർ കണ്ടെത്തി. പുഴയുടെ അരികിൽ നിന്നാണ് ലോറിയെ അവർ കണ്ടെത്തിയത്. അതിന് പുറത്തോട്ട് അതിൻ്റെ ക്യാബിൻ എടുക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലായി അർജുനനെ കാണാൻ വേണ്ടി കഴിഞ്ഞു. വളരെ ദുഃഖകരമായ ഒരു സംഭവമാണ്. ഈ ഒരു അപ്ഡേഷന് ചില ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്ത് പറ്റി, എന്ത് സംഭവിച്ചു എന്നിങ്ങനെ. മുമ്പത്തെ വീഡിയോയിൽ കുറേ ആൾക്കാർ കമൻറ്റിലൂടെ ചോദിക്കുന്നത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. അതുമാത്രമല്ലാതെ ഏകദേശം 2 മാസത്തോളം അടുത്തായി ഈ ഒരു സംഭവം നടന്ന്. അതിൻ്റെ ഒരു ദുഃഖം ഇപ്പോഴും ജനങ്ങളുടെ നടുവിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു വിഷയം, ചർച്ചാ വിഷയമായി മാറിയിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും അർജുനൻ്റെ കുടുംബത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക. അവർക്ക് സമാധാനം കിട്ടാൻ വേണ്ടി. ആർക്കും സഹിക്കാൻ പറ്റാത്തത്രമാണ് ഈ ഒരു സംഭവം നടന്നത്. ആ ലോറിയൊക്കെ നല്ലോണം, എന്ന് വെച്ചാൽ ആ ലോറി എന്ന് പറഞ്ഞാൽ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലോറിയായിരുന്നു. എന്നാലും കൂടി ആ ഒരു ലോറിയൊക്കെ കാണുമ്പോൾ വളരെ ദുഃഖം തോന്നിപ്പോകും. അങ്ങനെയാണ് അത് പൊടിയായി പോയിട്ടുള്ളത്. ഏതായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. ഇതിനെക്കുറിച്ച് ഇവിടേക്ക് അവസാനിച്ചു എന്ന് വെച്ചാൽ ഇനി ഇതിനെക്കുറിച്ച് അപ്ഡേഷൻ ഒന്നും എൻ്റെ ചാനലിൽ വരികയില്ല. കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ പറയാവുന്നതാണ്. ഏതായാലും ഈ ഒരു അപ്ഡേഷൻ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. കുറേ ദിവസങ്ങളായി വീഡിയോ ഒന്നും ചെയ്യാതെ. കാരണം ഇവിടെ മീലാദിൻ്റെ ഫെസ്റ്റിൻ്റെ കുറച്ച് ബിസി ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഇനി പതിവായിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുആ ചെയ്യുക. വയനാടിൻ്റെ ആ ഒരു ദുരന്തവും അതേപോലെ കർണാടകയിൽ നടന്ന ഈ ഒരു അർജുനുമായിട്ട് സംബന്ധിച്ച് നടന്ന ഈ ഒരു സംഭവം വളരെ ദുഃഖകരമായ ഒരു വലിയൊരു വിഷയമാണ് ഈ 2 വിഷയം. അതിൻ്റെ ഇടയിൽ കൂടി മഴ കാരണമായിട്ട് കുറേ വീടുകൾ, ചെറിയ ചെറിയ വീടുകളൊക്കെ ഇടിഞ്ഞു പോയിട്ടുണ്ട്. ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് നമ്മേവരെയും അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കാണാം ഇൻഷാ അല്ലാഹ്.